ഇത്രയും നാൾ നമുക്ക് കടം വാങ്ങി നിത്യേന ചെലവുകൾ നടത്താനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. പക്ഷെ നമ്മളെല്ലാ പരിധിയും കടന്നുപോയി. അതായത് 2010 ഒരാൾ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഏകദേശം ഇതനുസരിച്ച് പെൻഷനും ഇതനുസരിച്ച് പെൻഷൻ കൂടും. ഞാൻ മറ്റേ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞൊരു പദവി ഉണ്ടല്ലോ, ചീഫ് വിപ്പ് എന്താ പണി? ഒരു പണിയില്ല. അതായത് മന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ജോലി കയറി 2 കൊല്ലം പൂർത്തിയാക്കി 2 വർഷം 1 ദിവസം കഴിഞ്ഞാൽ 3 ട്രീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കും. ജീവിതകാലം മുഴുവൻ അവരുടെ വിധവക്കം കിട്ടുമോ? അത് കിട്ടും. അതെ. പിന്നെ 30,000 പൊട്ടലുകൾ ഒരു ജില്ലയിൽ മാത്രം വാട്ടർ അതോറിറ്റിയിൽ. നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ബില്ല് എത്രയായി പോയത്? അതായത് 360 ദിവസത്തിൽ പകുതിയോളം അവധിയായിരിക്കും. പകുതിയോളം നമ്മുടെ ലീവ് ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ അവധിയായിരിക്കും. പക്ഷെ ഫുൾ സാലറി കിട്ടും. ഫുൾ സാലറി കിട്ടുന്ന ഏകദേശം പകുതിയോളം വരും. അതുകൊണ്ടാണ് ഈ ആളുകൾ ഈ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി. അത് മോഹൻലാൽ ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരല്ല. അഴിമതി എങ്ങനെ തടയാമെന്നും നാടെങ്ങനെ നന്നാകാമെന്നും ഏറ്റവും നന്നായി അറിയാവുന്നതും സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം നിന്നുകൊടുത്താൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. 33 വർഷം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് പരിചയമുള്ള MS വേണുഗോപാൽ, അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. സർവീസിലിരുന്നപ്പോൾ അനേകം പദവികൾ, പ്ലാനിംഗ് ബോർഡിലടക്കം അനേകം പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അങ്ങനെ ഒട്ടേറെ പദവികൾ. ആ പദവികളിലേക്ക് പോയി അദ്ദേഹത്തിന് അഴിമതി നേരിട്ട് കണ്ടതാണ്. എങ്ങനെയാണ് അഴിമതി നടക്കുന്നത്, എങ്ങനെയാണ് അത് തടയാൻ കഴിയുന്നത്, എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത്, അത് ഏതർത്ഥം വരെ വളരും, അതെങ്ങനെ തടയാൻ കഴിയും, എങ്ങനെ നാട് ശരിയാക്കിയെടുക്കാം എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ഒരു 1.5 വർഷം മുൻപ് ഞാൻ ഇദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ശമ്പളം മുട്ടുന്ന കാലം വരാൻ പോകുന്നുവെന്ന്. ഇപ്പോഴത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ശമ്പളം മുട്ടിയിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ ഇതിനെ നേരിടാം, എങ്ങനെ സർക്കാരിന് ചെലവ് കുറയ്ക്കാം, എങ്ങനെ അഴിമതി തടയാം എന്ന വിശദമായ ഒരു ചർച്ചയിലേക്ക് പോകുന്നു. ആദ്യ എപ്പിസോഡിൽ നമ്മുടെ നാട് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷതയെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചുമാണ് ചർച്ച. നമസ്കാരം വേണു. ഈ 1.5 കൊല്ലം മുമ്പ് ഞാൻ വേണുവായിട്ട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത. ഇപ്പം നമ്മൾ ശമ്പളം മുടങ്ങി, പെൻഷൻ പലർക്കും ഇപ്പോഴും കിട്ടുന്നില്ല. അപ്പം അനേകം പേർ, അതായത് പലപ്പോഴും നേരിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത, അപ്പം നിങ്ങളുടെ ടൂറിസം പോലുള്ള പലർക്കും ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പെൻഷൻ കിട്ടാൻ? എല്ലാവർക്കും ഒന്നിച്ചല്ലേ ബുദ്ധിമുട്ട് വരുന്നത്, പ്രതിസന്ധിയായിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അന്ന് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്ത് പെൻഷനും ശമ്പളവും ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ പിറ്റേ ദിവസം അബ്ജോദാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ധനമന്ത്രിയെ വിളിച്ചിട്ട് അദ്ദേഹത്തുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേൾക്കുന്നു, അത് ശരിയാണോ? അപ്പോൾ അദ്ദേഹം ധനമന്ത്രി പറഞ്ഞു, ഒരിക്കലുമില്ല, അതൊക്കെ വെറും ഊഹാപോഹങ്ങളും പെരുപ്പിച്ച് കാണിക്കലുമാണ്. ഒരു കാരണവശാലും ശമ്പളവും പെൻഷനും മുടങ്ങാൻ പോകുന്നില്ല എന്ന് സന്നിഗ്ധമായിട്ട് അദ്ദേഹം ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഒരുപാട് പേര് തലയിൽ തീ കോരി ഇട്ടു. എന്തിനാണ് ഈ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾ പേടിപ്പിക്കുന്നത്, ഭൂകമ്പം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ന് പറഞ്ഞിട്ട് പലർക്കും മനസ്സിലായില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇനി പെൻഷൻ പെൻഷൻ ഇപ്പം വൈകിയെങ്കിലും കിട്ടുന്നുണ്ട് പെൻഷനും ഇപ്പം അത് ഏത് അവസ്ഥയിലേക്ക് മാറും? ഇത് ഒരുപക്ഷെ ഇത് കിട്ടാതാകുന്ന അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും നാൾ നമുക്ക് കടം വാങ്ങി ഈ ചെലവുകൾ നടത്താൻ, നിത്യേന ചെലവുകൾ നടത്താനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. പക്ഷെ നമ്മളെല്ലാ പരിധിയും കടന്നുപോയി മൂക്കറ്റം കടത്തിൽ മുങ്ങി കടം വാങ്ങിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതായത് ഇപ്പോഴൊന്നും അല്ലെന്നേ, ഇത് 90കളുടെ ആദ്യം മുതൽ തുടങ്ങിയതാണ്. 90കളുടെ ആദ്യം മുതൽ നമ്മൾ കടം വാങ്ങിച്ച് ചെലവിടുക എന്നുള്ളൊരു പദ്ധതി. ശരിക്കും പ്രതിസന്ധി തുടങ്ങിയത് 75 തുടങ്ങി. 1975 തന്നെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി. അന്ന് അച്യുതമേനോൻ മിനിസ്ട്രി വളരെ സ്ട്രിക്റ്റായിട്ട് ഇതിന് മുന്നോട്ട് പോവുകയും അത് കുറച്ച് തടയാൻ അദ്ദേഹത്തിന് സാധിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ വളരെ കടിഞ്ഞാണിട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ഡയസ്നോൺ അദ്ദേഹം ഏർപ്പെടുത്തുക, സമരങ്ങളെ നിർവീര്യമാക്കുക. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തന്നെ അതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, പോക്ക് ശരിയല്ല, ഇത്തരത്തിൽ പോയാൽ ഈ ഖജനാവും ഈ സംസ്ഥാനവും ഇവിടുത്തെ സർവീസും എല്ലാം നിശ്ചലമായി പോകും, നശിച്ചു പോകുന്ന അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തത്. അത് കഴിഞ്ഞ് 80കളിൽ ഇതേ തന്നെ ആവർത്തിച്ചു. 80കളുടെ അവസാനം EK നായനാർ മന്ത്രിസഭ വന്നപ്പോൾ ആ മന്ത്രിസഭ വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് തസ്തികൾ വെട്ടിക്കുറയ്ക്കണം, ഡിപ്പാർട്ട്മെൻറ്റുകൾ വെട്ടിക്കുറയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കുകയും അതിന്
പിന്നെ വിത്തൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്, വിത്തൽ എന്ന് പറഞ്ഞിട്ടൊരു ആന്ധ്രയിലെ ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നു എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പഠനം നടത്തി ഏതൊക്കെ പോസ്റ്റുകൾ വേണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണം, ഇതെല്ലാം അദ്ദേഹം പഠിച്ച് റിപ്പോർട്ട് കൊടുത്താണ്. ആ റിപ്പോർട്ടൊക്കെ ആരും പിന്നീട് നടപ്പിലാക്കി. കുറച്ച് ആ നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുറച്ച് കടുംപിടുത്തം നടത്തി കുറച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയതല്ലാതെ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ, പിന്നീട് കെ കരുണാകരൻ്റെ മന്ത്രിസഭ വന്നു, അത് ഇതുപോലെ തന്നെ ധാരാളിത്തം ദൂർത്തുമായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന മന്ത്രിസഭകൾ, പിന്നെ എ കെ ആൻ്റണി ഒരു ശ്രമം നടത്തി ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും പിന്നെ തസ്തികൾ വെട്ടിക്കുറയ്ക്കാനും പിന്നെ പ്രൊമോഷൻ സാധ്യതകൾ പരിമിതപ്പെടുത്താനും ഒക്കെ എ കെ ആൻ്റണി ഒരു സമരം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ടിച്ചു. അദ്ദേഹം രാജിവെക്കേണ്ട അവസ്ഥ വരുമെന്ന് തോന്നി. കാരണം സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ഈ തേനീച്ചക്കൂട്ട് കൂടെ ഇളകി വരുന്ന പോലെ ജീവനക്കാർ വന്ന് പൊതിഞ്ഞ്, സെക്രട്ടേറിയറ്റ് വളയൽ ആദ്യമായിട്ട് ശരിക്കും കണ്ടത് അന്നാണ്. മുഴുവൻ ജീവനക്കാർ, അന്ന് ഇടതുപക്ഷം പ്രതിപക്ഷത്താണല്ലോ, അതുകൊണ്ട് മുഴുവൻ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലതുപക്ഷത്തെ ഇടതുപക്ഷത്തെ മുഴുവൻ ജീവനക്കാർ സെക്രട്ടേറിയറ്റ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ വളയുന്ന പോലെ സമരം നടത്തി. അദ്ദേഹം ഭയന്നുപോയി, രാജിവെക്കേണ്ട അവസ്ഥ വരുമെന്ന് വരെ തോന്നി. അവസാനം അതിൽ കോൾഡ് സ്റ്റോറേജിൽ വെച്ചു. അദ്ദേഹം അന്ന് തീരുമാനിച്ചതാണ് ഈ പെൻഷൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ നേതൃത്വം വേണം, കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരണം, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം 2000 അന്ന് മുസ്ലിം ലീഗും ഏതാണ്ട് ഇതിനൊക്കെ സമ്മതമായിരുന്നു, സപ്പോർട്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും കയ്യിൽ നിന്നില്ല എന്നുള്ളതാണ്. അവസാനം ആ പോളിസി മാറ്റി വെച്ചു. അത് വലിയ തിരിച്ചടിയായി. പിന്നീട് വലിയ നഷ്ടം. അതിന് ശേഷം വന്ന 24 വർഷം പിന്നെ ആരും ഇത് തൊടാതായിപ്പോയി. അന്നത്തെ ആ സമരത്തിൻ്റെ ഭയം. സമരം മാത്രമല്ല, ആന്റണിക്ക് അത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ആന്റണി തീരെ ഇല്ലാതായി. അദ്ദേഹത്തിനെ അപ്രസക്തനാക്കുന്നതിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിചാരിച്ചു കഴിഞ്ഞാൽ പല ഫയലുകളും പിടിച്ചു വയ്ക്കാനും താമസിപ്പിക്കാനും, സർക്കാരിൽ സേവനങ്ങൾ കൃത്യസമയത്ത് ജനങ്ങൾ കൊടുക്കാതിരിക്കാനും, ആ ഗവൺമെൻറ്റിനെ നറ്റിക്കാനും ഒക്കെ ഈസി ആയിട്ട് കഴിയും. സർക്കാർ ജീവനക്കാർക്ക് ഭംഗിയായിട്ട് കഴിയും. അവരങ്ങനെ ചെയ്തു. കുറേയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറേ പിന്നെ ഇത് അങ്ങനെ ചെയ്യണമെന്നില്ല, എല്ലാം ഒന്ന് സ്ലോ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, വെറും സ്ലോ ഡൗൺ മതി. കാരണം ഇതൊരു ഫയൽ എന്ന് പറയുന്നത് എത്ര തട്ടാ കടന്നു പോകുന്നത്. ഞാൻ സെക്രട്ടേറിയറ്റിൽ ഒരു ഉദാഹരണം പറയാം. ഒരു അസിസ്റ്റൻറ്റ്, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഇതിനു മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടാവും, മിനിസ്റ്റർ, ഇത്രയും തലത്തിലേക്ക് ഫയൽ എത്തണമെങ്കിൽ എത്ര സമയമാണ്, തട്ടാണ്. ഈ തട്ടുകളൊന്നും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും. ഈ തട്ട് ഇത് അവിടെ മാത്രമല്ല കേട്ടോ, വകുപ്പുകളിൽ തിരിച്ചും വരണമെന്ന് തോന്നുന്നു. ഇത് തിരിച്ച് അതുപോലെ വരാവും. ഇതിനിടയ്ക്ക് ഒരാൾ ലീവാണെങ്കിൽ അവിടെ കിടക്കും. ഇപ്പം നമ്മൾ പിന്നെ ഓൺലൈൻ പരിപാടി തുടങ്ങിയപ്പോഴും ഇത് തന്നെയാണ്, ഇതേ തട്ട് തന്നെ കയറി പോകണം. ഓൺലൈനിന് സ്പീഡ് വരുന്നില്ല. ഈ ജീവനക്കാരുടെ അവധി അടക്കമുള്ള കാര്യം പോലും ഏകദേശം അത്രയിലെ പോലും പല തട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും തട്ട്, ചെറിയ കാര്യങ്ങൾ. അതെ, തട്ടുകൾ കാരണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ തട്ട് അവർ മനപ്പുറം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അത് ഇത് നമ്മളുണ്ടാക്കിയതല്ലോ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ലേ. ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്താ? ഒരുത്തനൊരു ആപ്ലിക്കേഷൻ തന്നാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നടക്കണം. അവൻ ഈ സ്വപ്നത്തിൽ നടക്കണം, ഇത് നാളെ തരും, മറ്റന്നാൾ തരും. അപ്പോൾ സർക്കാർ ഇത് ഈ വാല്യൂ അപ്പുറത്തെ ടേബിളിൽ പോയി, അപ്പുറത്തെ ടേബിളിൽ നിന്ന് അവിടെ പോയി, ഇത് ഈ വകുപ്പിൽ നിന്ന് ആ വകുപ്പിലേക്ക് പോയി, അവിടെ നിന്ന് റെഫറൻസ് വന്നിച്ച് ഇവിടെ വരണം. ഇതിങ്ങനെ ബ്രിട്ടീഷുകാരൻ നമ്മളെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരൻ പോയിട്ടും ഇവിടെ ഈ സംവിധാനം മാറിയിട്ടില്ല. ഓരോ ജീവിതം ഓരോ ഫയലാന്ന് പറഞ്ഞ് പിണറായി ഒന്നും ചെയ്തില്ല. ഇല്ല, ഓരോ ജീവിതം മാത്രമല്ല, ഓരോ ഏടും ഓരോ ഫയലാണ്. മനസ്സിലായില്ലേ? ഒരു ഫയൽ മാത്രമല്ല ഒരു ജീവിതം. അതിൽ വരുന്ന ഓരോ ഏടും ഫയലുകളാണ്. എത്ര ആത്മഹത്യകൾ നടക്കാതിരിക്കുമെന്നറിയാമോ അതിൽ സമയബന്ധിതമായിട്ട് നടപടിയെടുത്തിരുന്നെങ്കിൽ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ നമ്മൾ അതിലേക്ക് പോയപ്പോൾ അതിന് മുമ്പ് നമ്മൾ എത്തിയിരുന്ന ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് ഈ പ്രതിസന്ധി എന്നുള്ളതാണ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ 90കളിൽ പിന്നെ അങ്ങോട്ട് 20-25 കൊല്ലം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞല്ലോ. 25 കൊല്ലം അതിൻ്റെ ഒരു രൂക്ഷത, അതെങ്ങനെയാണ് അവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൂട്ടിക്കൊണ്ടേയിരുന്നു. ശമ്പളം അതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് വർധനവ് വന്നത് 2000-ങ്ങൾക്ക് ശേഷമാണ്. അതുവരെ സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം വളരെ കുറവാണ്. പക്ഷേ എന്നാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു, കാര്യങ്ങളൊക്കെ നടക്കും, പെൻഷനുണ്ട്, ജീവിച്ചു പോകാം, ധാരാളിത്തം പറ്റില്ല, വിദേശ യാത്ര നടത്താൻ പറ്റില്ല, പിന്നെ ഇന്ത്യയിൽ മുഴുവൻ കറങ്ങാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ 2000-ന് ശേഷം ശമ്പള പരിഷ്കരണം ക്രമാതീതമായിട്ട് വരികയും 2011-ന് ശേഷം വന്ന ശമ്പള പരിഷ്കരണം സർക്കാരിന് താങ്ങാൻ പറ്റാത്തതാണ്. ഏറ്റവും കുഴപ്പം പിടിച്ചത് കഴിഞ്ഞ തവണത്തെയാണ്. രണ്ടുമുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ശമ്പള പരിഷ്കരണവും അതിനുശേഷം വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ശമ്പള പരിഷ്കരണവും രണ്ടും ഈ ഖജനാവിനെ ശമ്പളം ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട്. 2010-നെ അപേക്ഷിച്ച് നോക്കിയാൽ പലരുടെയും ശമ്പളം ഇരട്ടിയായിട്ടുണ്ട്. അതായത് 2010 ഒരാൾ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഏകദേശം ഇതനുസരിച്ച് പെൻഷൻ കൂടും. കാരണം പെൻഷൻ ഈ ബേസിക് പേ ആസ്പദമാക്കിയാണല്ലോ വരുന്നത്. അപ്പം ബേസിക് പേ, അതായത് ഒരു 25 കൊല്ലം മുമ്പ് റിട്ടയർ ചെയ്ത ഒരാൾ, അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ പെൻഷനുണ്ടെന്ന് മാത്രമല്ല, അയാൾ റിട്ടയർ ചെയ്ത തസ്തികയിൽ
അയാൾ വാങ്ങിച്ച ശമ്പളം ഇന്ന് അയാൾ സർവീസിൽ കയറിയതിന് ജീവനക്കാരന് കിട്ടുന്നുണ്ട്, ഒരു LD ക്ലാർക്കിന് കിട്ടുന്നുണ്ട്, പ്യൂണിന് കിട്ടുന്നുണ്ടാവും, ഡ്രൈവർക്ക് കിട്ടുന്നുണ്ടാവും, സ്വീപ്പർക്ക് കിട്ടുന്നുണ്ടാവും. അല്ല അത് പോട്ടെ, ഭയങ്കരമായ അന്തരമാണ് അങ്ങനെ. അത് പോട്ടെ, ഞാൻ ചോദിക്കണതല്ല, റിട്ടയർ ചെയ്ത് അന്ന് അയാൾ കൈപ്പറ്റിയതിനേക്കാൾ കൂടുതൽ ശമ്പളം പെൻഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഉണ്ട് ഉണ്ട് ഉണ്ട്, അത് വരും, അതും വരും. പിന്നെ ഇത് വളരെ ലോങ് പീരീഡ് അല്ലേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ 10-20 വർഷം കഴിയുമ്പം ആൾക്കാർ തട്ടിപ്പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലോ, ആയുർദൈർഘ്യം കൂടിയില്ലേ. അപ്പം സർവീസ് പെൻഷനേക്കാൾ കൂടുതൽ കാലം, സർവീസിനേക്കാൾ കൂടുതൽ കാലം പെൻഷൻ ഒരു 75 വയസ്സുള്ള ഒരു റിട്ടയർ ചെയ്ത ആള്, അയാളുടെ ഭാര്യ മരിച്ചു പോകുന്നു 75-ാമത്തെ വയസ്സിൽ. അയാൾ അപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇയാൾ മരിച്ചാൽ ഇവർക്കും പെൻഷൻ കിട്ടും, അവർക്ക് മരിക്കുന്നവരെ കിട്ടും. അങ്ങനെ ആനുകൂല്യത്തിന്റെ പേരിൽ എത്രയോ 80-കാരന്മാർ പെണ്ണ് കിട്ടിയിട്ടുണ്ടെന്നറിയാം. അതെ, യുവതികളെ. അവരുദ്ദേശിക്കുന്നതാണ് ഇയാൾ 5 വർഷം കഴിയുമ്പോൾ തട്ടിപ്പോവും, പിന്നെ വരുന്ന എത്രയോ കാലം എനിക്ക് പെൻഷൻ കിട്ടുമല്ലോ. അത് ഭയങ്കര ഒരു കുഴപ്പമാണല്ലോ. അതായത് ഒരാൾക്ക് ഒരു സർക്കാർ സർവീസിൽ ജോലി കയറി 56-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാൾക്ക് സർക്കാർ ഒരു 150 കൊല്ലം ഒരു പക്ഷേങ്കിൽ ആനുകൂല്യം കൊടുക്കേണ്ടി വരും. കാരണം ഇയാൾ 80-85 വയസ്സിൽ ജീവിച്ചിരിക്കുന്നു. അവിടുന്ന് ഒരു 30 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു 55-60 വയസ്സ് വരെ, ആ പെണ്ണിന് 85 ആകുന്ന ഒരു 50-60 കൊല്ലം കൂടെ പെൻഷൻ കൊടുക്കേണ്ടി വരും. ഒരു 100-125 കൊല്ലം സർക്കാർ ആനുകൂല്യം കൊടുക്കും. 100 കൊല്ലം എന്തായാലും കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും അല്ല, പെൻഷനിൽ ഒരുപാട് അലോമലികളുണ്ട്. ഇപ്പം 2 സർക്കാർ പേഴ്സണൽ സ്റ്റാഫിന് 2 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. MLA കയറി 2-2.5 വർഷം കഴിയുമ്പം അപ്പോഴാ കാലാവധി തീർന്നാൽ പോലും അവർക്ക് പെൻഷൻ കിട്ടും. അതായത് മന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ജോലി കയറി 2 കൊല്ലം പൂർത്തിയാക്കി 2 വർഷം 1 ദിവസം കഴിഞ്ഞാൽ 3 ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കും. ജീവിതകാലം മുഴുവൻ അവരുടെ വിധവക്കം കിട്ടുമോ? അത് കിട്ടും. അതെ, പിന്നെ അവർക്ക് ഈ 80-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ 100 കൊല്ലം പെൻഷൻ വീണ്ടും കിട്ടും. ഇത് വല്ലാത്തൊരു സർക്കിളാണ്. ഇതിനകത്ത് ഒരു മിനിമം PSCയുടെ പെൻഷനാണ് ഏറ്റവും സഹിക്കാത്തത്. PSC മെമ്പർമാരുടെ അവർ ഒരു ടേം ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ പെൻഷനാണ്. ഫുൾ പെൻഷനാണ്. ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിലാണ് ജോലിക്ക് കയറുന്നത്. അതെ, പിന്നെ വാഹനം, മറ്റു സൗകര്യങ്ങൾ അത് വേറെ. ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു വർഷം ആനുകൂല്യങ്ങൾ, ലീവ് എല്ലാ ആഴ്ചയിലും ഒരു ലീവ് അല്ലേ, കൂടാതെ പബ്ലിക് ഹോളിഡേയ്സ്, പിന്നെ കൂടാതെ മറ്റേ 180 ദിവസത്തോളം അങ്ങനെ കിട്ടുന്നുണ്ട് എല്ലാ അവധികളും. അതായത് 360 ദിവസത്തിൽ പകുതിയോളം അവധിയായിരിക്കും. പകുതിയോളം നമ്മുടെ ലീവ് ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ അവധിയായിരിക്കും. പക്ഷെ ഫുൾ സാലറി കിട്ടും. ഫുൾ സാലറി കിട്ടുന്ന ഏകദേശം പകുതിയോളം വരും. അതുകൊണ്ടാണ് ഈ ആളുകൾ ഈ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി. അത് മോഹൻലാൽ ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. ഞാൻ ഭാഗ്യം ചെയ്തവരാണ്. ഇഷ്ടംപോലെ സുഖകരമായ ആനുകൂല്യങ്ങൾ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയില്ല. കാരണം ഞങ്ങൾ അവസാനം, ഞാനൊക്കെ 18-ൽ റിട്ടയർ ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഒരു, എനിക്കും ഭാഗ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. 8 വർഷം നമ്മൾ ഭാഗ്യം നല്ലപോലെ അനുഭവിച്ചു. നല്ല ശമ്പളമാണ് കിട്ടിയത്. 2010-11 ശേഷമൊക്കെ നല്ല ശമ്പളമാണ് കിട്ടിയത്. അല്ല, പെൻഷൻ കൂടുന്നുണ്ട്. പെൻഷനും അതനുസരിച്ച് കൂടുന്നുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത, പെൻഷൻ ശമ്പളം പ്ലസ് പലിശ. അപ്പൊ ഇപ്പോഴത്തെ ഏകദേശം 77-78% വരെ പോകുന്നുള്ളതാണ്. ഇത് മൂന്നും കൂടെ, ശമ്പളവും പെൻഷനും പലിശയും. അപ്പം ബാക്കി എല്ലാ പരിപാടികളെല്ലാം 20% വെച്ച് നമ്മൾ 22%, 23%. അപ്പോഴാണ് ഒരു കടമെടുക്കും. ഈ കടം അവരെ തോന്നിയതുപോലെ എടുത്തോണ്ടിരുന്നു. അത് സർക്കാർ ഉദ്യോഗസ്ഥർ പിണക്കിയാൽ കുഴപ്പമാണെന്നുള്ളൊരു ഭയം സൃഷ്ടിക്കപ്പെട്ടതോടുകൂടി അത് സർക്കാർ ഉദ്യോഗസ്ഥരെ പിണക്കാൻ ഒരു ഗവൺമെന്റും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പെൻഷൻ ഇതുപോലെ കൂടാനായിട്ടുള്ള കാരണം ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അതൊന്ന് പറഞ്ഞാൽ. അത് പിന്നെ ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇപ്പോൾ 2 മന്ത്രിമാരെ പുതിയതെടുത്തു. ഈ 2 മന്ത്രിമാർക്കും മുമ്പത്തെ മന്ത്രിമാർക്ക് 30-60 പേരുണ്ടായിരുന്നു. ഈ 60 പേരും ഇപ്പം മാറിയിട്ട് വീണ്ടും പുതിയ ആൾക്കാരെ എടുക്കുകയാണ്. മന്ത്രി ഗണേശൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 4 പേരെ മറ്റേ എടുക്കുള്ളതാണ്. പക്ഷേ എല്ലാവരും എടുത്തു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 20 ആയിരുന്നു, അത് ഇനിയും കൂടിയെന്ന് പറഞ്ഞത്. അവസാനം ഇത് 30 ആവും. കാരണം അദ്ദേഹത്തിനെ കുറ്റം വന്നിട്ട് കാര്യമില്ല. കാരണം പാർട്ടിയിൽ നിന്നും മറ്റുള്ളവരൊന്നും പ്രഷർ വരികയാണ്. ബാക്കി എല്ലാ മന്ത്രിമാരും ഇത്രയും പേര് വെച്ച് ഞങ്ങളെ എടുത്തൂടെ, ഞങ്ങളുടെ പാർട്ടി വല്ലപ്പോഴും കിട്ടുന്ന ഒരു അധികാരമല്ലേ എന്നും ചോദിച്ച് അദ്ദേഹത്തിന് പ്രഷർ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ആ എണ്ണം ഇപ്പോൾ കൂടി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കടന്നപ്പള്ളിയുടെ. അപ്പോൾ ഒരു മാറ്റവും വരുത്താതെ കേരള സർക്കാരിനോ കേരളത്തിൻ്റെ പിന്നെ ഭരണ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുത്താതെ 60 പേർക്ക് ചുമ്മാ ഇപ്പോൾ പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഞാൻ മറ്റേ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞൊരു പദവി ഉണ്ടല്ലോ. ചീഫ് വിപ്പ് എന്താ പണി? ഒരു പണിയില്ല. ശരിക്കും പണിയെന്ന് പറയേണ്ടത് അവിടെ പിന്നെ നിയമസഭ നടക്കുമ്പം ഇവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക, വിപ്പ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കുക,
നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് പറയുക, പിന്നെ ഇന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്ന് പറയുക, ഇതൊക്കെയാണ്. ഇതൊന്നും കേരള നിയമസഭയിൽ നിന്ന് വരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ വിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ ഭയങ്കര ഭൂരിപക്ഷം കിടക്കുകയല്ലേ. പ്രതിപക്ഷം പിന്നെ മുഴുവൻ പേരും വരികയും പകുതി പേര് ഏതാണ്ട് ഒരു 1/3 വരാതിരിക്കുകയും ചെയ്താൽ പോലും ഭൂരിപക്ഷം ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഈ ഇവിടെ വിപ്പിന്റെ പണി ആവശ്യമില്ല. വിപ്പിന്റെ പണി മുഖ്യമന്ത്രി ചെയ്താൽ മതിയല്ലോ. വിപ്പിന്റെ പണി ഏതെങ്കിലും ഒരു ലീഡർ, പാർട്ടി ലീഡർ പാർട്ടി ലീഡർ ചെയ്താൽ മുന്നണി അല്ലെ LDF കൺവീനർ UDF കൺവീനർ ചെയ്താൽ ചെയ്യാമല്ലോ. അല്ല, അവര് അസംബ്ലിക്കകത്തില്ല എന്ന് പറയാം. എന്നാലും വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് അസംബ്ലിക്കകത്ത് ഇതൊന്നും അസംബ്ലിക്കകത്ത് കയറേണ്ട കാര്യമില്ല. ഇതൊക്കെ പിന്നെ കേരളത്തിലെ MLA-മാരില്ല ഇതിൽ അവയറാണ്. ഇതിവിടെ വിപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം പിന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്. അതിനനുസരിച്ച് സംസാരിച്ചില്ലെങ്കിൽ, അതിനനുസരിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ വരാൻ പോകുന്നുള്ള ഭവിഷ്യത്തുകൾ. വിപ്പിന്റെ ആള് ഇപ്പം ജയരാജാ തോന്നുന്നു. അതെ, അയാൾ മന്ത്രിയാണ്. മന്ത്രിയാണ്. അതിന് ശമ്പളം ആനുകൂല്യം ഉണ്ട്. വാഹനം 30 സ്റ്റാഫ് ജീവനക്കാരുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. മന്ത്രിക്ക് എന്തിനാ പ്രൈവറ്റ് സെക്രട്ടറി? മന്ത്രി ഈ ഭാരിച്ച വകുപ്പ് കൈകാര്യം ചെയ്യുമ്പം അദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്യാനാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറി. നിങ്ങൾ ഏതെങ്കിലും മന്ത്രിയുടെ ജോലി? ഞാൻ പോർട്ട് ആൻഡ് യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റർ, പോർട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പീരീഡിൽ പോർട്ട് ആൻഡ് യൂത്ത് അച്യുതാനന്ദൻ മിനിസ്റ്ററുടെ പീരീഡിലായിരുന്നു. അച്യുതാനന്ദൻ മിനിസ്റ്ററുടെ പീരീഡിലായിരുന്നു. ആരായിരുന്നു അന്ന്? ശ്രീ സുരേന്ദ്രൻ പിള്ളയായിരുന്നു മന്ത്രി. അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നാൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് തുല്യമാണ്. നമ്മൾ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പക്ഷേ അഡീഷണൽ ബാധ്യതയൊന്നുമില്ല, കാരണം ഡെപ്യൂട്ടേഷൻ ആയ കാരണം. എൻ്റെ ഒരു ബാധ്യതയും വരുന്നില്ല അദ്ദേഹത്തിന്റെ പീരീഡിൽ. കാരണം നമുക്കൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല, ഒരു ബാധ്യതയും വരുന്നില്ല, സർക്കാരിനും ബാധ്യത വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും അത് നിയമമുണ്ട്. പകുതി ജീവനക്കാരെ സർക്കാരിൽ നിന്ന് തന്നെ എടുക്കണം, പകുതി പേര്. എത്ര ജോലിക്കാർ വേണം ഒരു മന്ത്രിക്ക്? ഒരു മന്ത്രിക്ക് ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ 2 പേഴ്സണൽ സ്റ്റാഫാണുള്ളത്. പല മന്ത്രിമാർക്കും 2 പേഴ്സണൽ സ്റ്റാഫേ ഉള്ളൂ. കേന്ദ്രമന്ത്രിക്ക് 5 പേര് 10 പേരൊക്കെ. അല്ല, മുരളീധരൻ എന്നോട് പറഞ്ഞു MP-യുടെ ശമ്പളം ഉള്ളെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അഡീഷണൽ ശമ്പളം ഇല്ലെന്ന്. ഇല്ല, അഡീഷണൽ ശമ്പളം ഇല്ല. പലർക്കും ഈ പറയുന്ന പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും കിട്ടാറില്ല. അതെല്ലാം സർക്കാർ സർവീസിലുള്ളവർക്കാണ് കിട്ടുന്നത്. ഈ കേരളം ഒഴിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ഇതില്ല. ഇവിടെ നമ്മളൊരു അബദ്ധത്തിന് ചെയ്തു പോയതാണ്. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാടിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ്. ആദ്യം പെൻഷനെ കുറിച്ച് പറഞ്ഞു, ആദ്യം ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ഇവിടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് 30 പേരെ വെക്കുന്നു. ഒരു 5-6 പേര് മതി. കേന്ദ്രമന്ത്രിമാർക്ക് ഇല്ല, അവർക്ക് പെൻഷനില്ല. 5-6 ജീവനക്കാരുള്ളത് ഡെപ്യൂട്ടേഷനാണ്. എന്നിട്ട് ഇവരെയാണ് 2 കൊല്ലം കൂടുമ്പം ഈ മാറ്റി ഇവർ പുതിയ ആൾക്കാരെ വെക്കുന്നത്. ഇവിടെ ഒരു പണിയും ഇല്ലാതെ ഒരു ചീഫ് വിപ്പിനെയാണ് ഇവർ ഇത്തരം ജീവനക്കാർ. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ദൂരത്തിൻ്റെ മറ്റുദാഹരണമായി ഈ ഒരുപാട് ബോർഡുകളിൽ കമ്മീഷൻ പിന്നെ ഇഷ്ടംപോലെ ബോർഡുകളുണ്ട്. ബോർഡുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വകുപ്പിൽ തന്നെ ഇപ്പം കൃഷി വകുപ്പ് ഉദാഹരണമായിട്ട് എടുക്കാം. നമുക്ക് 65ഓളം വകുപ്പുകളുണ്ട്. ഇവിടെ മേജർ വകുപ്പുകൾ. ഈ 65 വകുപ്പിനും പിന്നെ ഒരുപാട് ബോർഡുകൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ, സൊസൈറ്റികൾ, ഇത്തരത്തിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എടുക്കുക. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്നാളൊരു കണക്ക് നോക്കിയത് പറയുന്നതായിട്ട് 150ഓളം സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കൃഷി എത്ര വലിയ വികസിക്കുന്നു എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. ആ വകുപ്പിലാണ് 150ഓളം കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാനാണ്. കർഷകരുടെ ഒരു ഗുണം ഒരു കൃഷി ഓഫീസിൽ നിന്ന് നമ്മളെ അവർ വെറുപ്പിച്ച് വിടുകയും ചെയ്യും. ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ പലതവണ പോയിട്ടുണ്ട്. വേറെ രസം അറിയാമോ? വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യം, ഇത് 3നായിട്ടാണ് നമ്മുടെ ഒരു മേജർ ചങ്ക് പണം പോകുന്നത്. ഏതാണ്ട് ഒരു 40% പണം. അല്ല, ഇവർക്കെല്ലാം ഈ ഇതിൽ ഏതെങ്കിലും സർവീസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങളൊന്നും? അല്ല, ഇതിനെല്ലാം ഈ രാഷ്ട്രീയക്കാർ ഓരോ പദവിയിലിരിപ്പുണ്ടല്ലേ? രാഷ്ട്രീയക്കാരിരിപ്പുണ്ട്. MLA ആവാൻ പറ്റാത്തവർ കൊടുക്കുന്നതല്ലേ. തോറ്റ MLA, പിന്നെ സീറ്റ് കിട്ടാത്ത MLA, പിന്നെ വിമതനായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ, പിന്നെ ഒരിക്കലും നല്ല ശമ്പളം, മന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ശല്യമാകുന്ന ആള്, ഇവർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ശമ്പളമുണ്ട്, ചില കാറുണ്ട്. അങ്ങനെയല്ലേ ഈ കാറുകളുടെ എണ്ണം കൂടുന്നത്. ഇതിൻ്റെ പുറമെ ഇതിനകത്ത് അനധികൃത നിയമനങ്ങൾ ഇങ്ങനെ ഇപ്പം തന്നെ ഞാൻ ഈ ഇലക്ഷൻ്റെ കാലത്ത് ഒരു ടൂറിസം വകുപ്പിൽ ഒരു വകുപ്പിൽ മാത്രമല്ല 1000 വേക്കൻസി അനധികൃതമായിട്ട് വന്നവരെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു കണ്ടു. ഞെട്ടിപ്പോയി. അപ്പോൾ 1000 പേർക്ക് പെൻഷനാണ് കൊടുക്കുന്നത്. 1000 പേരെ സ്ഥിരപ്പെടുത്തുമ്പം 1000 പേർക്ക് ശമ്പളം, അയാൾ റിട്ടയർ ചെയ്യുന്ന പെൻഷൻ, മുൻകാല പ്രാബല്യത്തിൽ ശമ്പളം കൊടുക്കണം, ഫുൾ പെൻഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് 80 ലക്ഷം രൂപ കണ്ട് മുൻകാല പ്രാബല്യത്തോടെ മേടിച്ചുകൊണ്ട് പോയി. ഇത് ഒരു വകുപ്പിലല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, 150 പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ 65ഓളം ഉണ്ടെന്ന് വിചാരിച്ചോ. എല്ലായിടത്തും 150 വരെയില്ല, ചിലയിടത്ത് 5 ആയിരിക്കും, 10 ആയിരിക്കും. എങ്കിലും നിങ്ങളൊന്ന് 10 ആയിട്ട് കണക്ക് കൂട്ട്, എത്രയായി?
പിന്നെ ഇത് 10ഒന്നുമല്ല. ഞാൻ വേറെ ഒന്നും പറയണ്ട. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ 2000 ഒരു ഡയറി, 2005 സർക്കാർ ഡയറി, 2010 സർക്കാർ ഡയറി, 2015 20 24 സർക്കാർ ഡയറി എടുക്കുക. ഒരു 5 സർക്കാർ ഡയറികൾ സംഘടിപ്പിക്കുക. എന്നിട്ട് അത് മൊത്തം ഒന്ന് മറിച്ച് നോക്കുക. എത്ര സെക്രട്ടറിമാരുണ്ട്, എത്ര അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്, എത്ര വകുപ്പിൽ എത്രത്തോളം ഇത്രയും ഭാരിച്ച സംവിധാനങ്ങൾ ആവശ്യമുണ്ടോ എന്ന് സർക്കാർ ചിന്തിച്ചു പോകും. പന കേരളത്തിൽ എത്ര പനയുണ്ട്, അല്ലെങ്കിൽ പന എത്ര എണ്ണം സംരക്ഷിക്കപ്പെടുന്നുണ്ട്? നമുക്ക് ഓയിൽ പാം പിന്നെ കോർപ്പറേഷനുണ്ട്, പനയ്ക്ക് പ്രത്യേക വകുപ്പുണ്ട്, പിന്നെ അർദ്ധ സർക്കാർ സ്ഥാപനമുണ്ട്, അവിടെ വലിയ ബോർഡുണ്ട്, ചെയർമാനുണ്ട്, പിന്നെ തഴയോലപ്പായ്ക്കുണ്ട്, കയറിനുണ്ട്. ഈ രാജ്യത്ത് ഇല്ലാത്ത ഒന്നിനും പിന്നെ എല്ലാത്തിനും നമുക്ക് പിന്നെ കശുവണ്ടിക്കുണ്ട്. കശുവണ്ടിയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, കാണാനില്ല. ഈ യുവജന കമ്മീഷനും യുവജന ബോർഡും തമ്മിൽ വ്യത്യാസം എന്നാ? ഇതെല്ലാം ഈ പേരിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ, അധികവും അങ്ങനെയുള്ളൂ. ഇപ്പോൾ നഗരവികസനം, ഗ്രാമവികസനം, നഗര ആസൂത്രണ വികസനം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് രൂപീകരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ലാൻഡ് ബോർഡിൽ തന്നെ പല അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം ഒന്നിൽ നിൽക്കുന്ന കാര്യമേ ഉള്ളൂ. ഇതെല്ലാം ഒരാൾക്ക് ചെയ്യാന്നുള്ള, ഒരു അധ്യക്ഷന് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് പല താകുമ്പോഴത്തെ പ്രശ്നം അറിയാമോ? അവിടെ നടക്കുന്നത് ഇവിടെ അറിയില്ല, ഇവിടെ നടക്കുന്നത് അവിടെ അറിയില്ല. ഇതെല്ലാം കൂടെ അവസാനം പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കോർഡിനേഷൻ വേണം. ഇപ്പോൾ റോഡ് പൊളിക്കുമ്പോൾ നമ്മൾ പറയും വാട്ടർ അതോറിറ്റിയും ഒക്കെ തമ്മിൽ കോർഡിനേഷൻ വേണം, ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് കോർഡിനേഷൻ വേണം, PWD ആയിട്ട്. ഇത് ഒരേ വകുപ്പിൽ പോലും കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സർക്കാരിന് ദൂർത്ത് കൂടുന്നത്. ദൂർത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ മാസം നടന്നതാണ്. പിന്നെ ഇതുപോലെ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. തിരുവനന്തപുരത്ത് മാത്രം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ 30,000 ആയിരുന്നു കഴിഞ്ഞ 3 വർഷത്തിൽ. ഒരു വർഷത്തിൽ 1000. ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365. ഒരു വർഷം 1000 പൊട്ടൽ പൊട്ടണമെങ്കിൽ ഒരു ദിവസം 3 പൊട്ടൽ തിരുവനന്തപുരത്ത് മാത്രമാണ്. അപ്പോൾ ഈ പൊട്ടലിനെല്ലാം വർക്ക് ചെയ്യാനായിട്ട് 3-4 ഏജൻസിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എത്ര പണമാണ് പോകുന്നത്? ഇത് പൊട്ടിക്കുന്നതാണെന്നാണ് പലരും പറയുന്നത്. ഇത് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടും, പ്രഷർ കുറച്ച് പോയാൽ പൊട്ടില്ല. ചിലത് അബദ്ധത്തിന് പറ്റുന്നതുണ്ടാവും, പലതും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഭയങ്കര കാശാണ്. കാരണം ഈ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ടെൻഡർ വിളിക്കാനും മറ്റൊന്നും പറ്റില്ലല്ലോ. അപ്പം നേരമില്ല, അപ്പം തന്നെ ചെയ്യുകയാണ്. ഒരു പൈപ്പ് പൊട്ടിയത് 5 പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാനില്ല. എല്ലാം നേരെയാക്കി മണ്ണിട്ട് മൂടി ബില്ല് സമർപ്പിക്കുക, കാശ് വാങ്ങിക്കുക. അപ്പം 30,000 പൊട്ടലുകൾ ഒരു ജില്ലയിൽ മാത്രം, വാട്ടർ അതോറിറ്റിയിൽ. നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ ബില്ല് എത്രയായിപ്പോൾ വരുന്നത്? കഴിഞ്ഞ 5 വർഷം മുമ്പ് വന്നിരുന്ന, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വന്നിരുന്ന ബില്ലും ഇപ്പോഴത്തെ 2 കൊല്ലം മുമ്പ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു 100 രൂപ താഴെ, 50 രൂപയാണ് പലയിടത്തും വരുന്നത്. 60 രൂപ അതാണ് വരുന്നത്. ഇപ്പം 300 രൂപ, 400 രൂപ, 500 രൂപയാണ് ബില്ല് വരുന്നത്. 50 രൂപ ബില്ലുകാരന് 500 രൂപ വരുമ്പോൾ ഈ റോഡ് മെയിൻ്റനൻസും ഇങ്ങനെ തന്നെ തട്ടി എല്ലാം ഇങ്ങനെ. അതിനൊക്കെ അതിനാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ചെലവ് ചുരുക്കലിന് ഒരു പദ്ധതി നമ്മൾ കണ്ടെത്തി സർക്കാർ ചെലവ് ചുരുക്കലിലേക്ക് മുന്നോട്ട് പോകണം. ഇപ്പം കടം വാങ്ങിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ചോദിക്കുന്നത്. അത് മാറ്റി ചെലവ് ചുരുക്കലിലേക്ക് മുന്നോട്ട് വരേണ്ടി വരും. അതായത് ആവശ്യമില്ലാത്ത അനേകം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം രാഷ്ട്രീയ കാര്യമൊക്കെ തിരികെ കയറ്റുന്നു, പിൻവാതിലിലൂടെ തിരികെ കയറ്റി വേറെ ഉണ്ടാകുന്നു. ഇവർക്കെല്ലാം ശമ്പളം പെൻഷൻ കൊടുക്കുന്നു, അങ്ങനെ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതെ, വരുമാനം ഇല്ല. വരുമാനം ഉള്ളതെന്ന് പറയുന്നത് വിധ്വംസക വരുമാനമാണ്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെയല്ല. അതായത് നമ്മുടെ വരുമാനം ഏതാ? ഈ GST കിട്ടുന്നത് കഴിച്ചാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വരുമാനത്തിൽ പ്രധാനം മദ്യം, പിന്നെ ലോട്ടറി. ഇത് രണ്ടിൽ കൂടെ ഏതാണ്ട് 37-38% നമ്മുടെ വരുമാനം. നമ്മുടെ വരുമാനത്തിൻ്റെ 38% മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രമാണ്. പെട്രോൾ, പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഒന്നും ഇല്ല. ബിസിനസ് ഇല്ല. ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിലേ കോർപ്പറേറ്റ് ടാക്സ് പിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ടാക്സ് കിട്ടുന്നത് പഞ്ചായത്തുകളാണ് പിരിച്ചുകൊണ്ട് പോകുന്നത്. ഈ പ്രൊഫഷണൽ ടാക്സ് പോലത്തെ ടാക്സുകൾ അത് പിരിക്കാറില്ല. അതൊക്കെ മാറ്റം വരുത്തേണ്ടതാണ്. അതൊക്കെ സർക്കാർ ഇത്തരം വരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ ദൂരത്തിൻ്റെ ഒരു രീതി നമ്മൾ അനലൈസ് ചെയ്തു. ദൂരത്തിൻ്റെ ഒരു രീതിയിൽ ഏറ്റവും പ്രധാനമായി ഇതെല്ലാം ഫലവത്താകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുകയാണ് 65 വകുപ്പിനും ഉപവകുപ്പുകളും കോർപ്പറേഷനും ബോർഡുകളും ഒക്കെ ആയിട്ട് ഒരു 6500 സ്ഥാപനങ്ങൾ. ഇങ്ങനെ 6500 സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2006-ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രകാശ് സിംഗ് ബാദൽ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ എല്ലായിടത്തും പോലീസുകാരുടെ അട്രോസിറ്റികൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന അതിന് കംപ്ലയിൻറ്റ് അതോറിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു അതോറിറ്റി ഉണ്ട്,
ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ ജഡ്ജായിരിക്കും. റിട്ടയർഡ് ആൻഡാണ് വരുന്നത്. ജില്ലകളിലുണ്ട്, 14 ജില്ലയിലുണ്ട്. ആ 14 ജില്ലകളിൽ ജില്ലാ ജഡ്ജിൻ്റെ പദവിയിലുള്ള ആളാണ് വരുന്നത്. അവർക്ക് ഒരു സിവിൽ കോർട്ടിൻ്റെ എല്ലാ അധികാരവും കൊടുത്തിരിക്കുക. ആരെ വേണം വിളിച്ചു വരുത്താം, എപ്പോൾ വേണം ചോദ്യം ചെയ്യാം, എല്ലാം ഉണ്ട്. ഞാൻ അതിശയിച്ചു പോയി. ഒരു 1.5 വർഷം 2 വർഷം മുമ്പ് പത്രത്തിൽ നോക്കിയപ്പോഴാണ്, അതായത് ടി വിയിലാണെന്ന് തോന്നുന്നു, ഒരു വനിതാ DGP കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ റിട്ടയർ ചെയ്തിട്ട് 6 മാസം പോലും ആയില്ല, ഞാൻ ഇവിടുത്തെ ഒരു SIയെ വിളിച്ചിട്ട്, ഒരു SHOയെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞപ്പം അയാൾ നിഷ്കരുണം തള്ളി എന്നെ അപഹസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു DGP 1.5 വർഷം റിട്ടയർ ചെയ്ത് 6 മാസം ആകുന്നതിന് മുമ്പ് വന്ന അനുഭവമാണ്. അപ്പോൾ ഈ കമ്മീഷനുകളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ പോലീസ് കംപ്ലൈൻറ്റ് അതെല്ലാം ശമ്പളം മേടിക്കുന്നുണ്ട്. എല്ലാം ശമ്പളം. അത് ജഡ്ജി മാത്രമല്ല, അവിടെ ഒരു പാരഫർണാലി വേറെ ഉണ്ടെന്നേ. അവർക്കൊന്നും ചിലപ്പോൾ പണിയും അവിടെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ എല്ലാം ഇരിക്കുകയാണ്. പണിയും കാണത്തില്ല. ഒരു പണി കാണും. കാരണം ഏതെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന അങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് എഴുതി ഇങ്ങനെ പോകും. ആരെങ്കിലും കംപ്ലൈൻറ്റ് എഴുതാതിരിക്കില്ലല്ലോ. ഇത് പാവങ്ങളെ എനിക്ക് കൊടുക്കാറില്ല. അങ്ങനെയാണ് ഇഷ്ടംപോലെ കംപ്ലൈൻറ്റ്. ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതാണ്. കൊടുത്തിട്ട് നടപടി ഇല്ലെങ്കിൽ അത് താങ്കൾക്ക് തന്നെ ചോദ്യം ചെയ്യാവുന്നതാണല്ലോ. ജനങ്ങളുടെ മുമ്പെങ്കിലും വെക്കാമല്ലോ മിനിമം. താങ്കൾക്ക് അങ്ങനെ ഒരു സൗകര്യമെങ്കിലും ഉണ്ട്. ഞാൻ ഇത്ര കംപ്ലൈൻറ്റ് കൊടുത്തു, എനിക്ക് ഒരു നടപടിയും വന്നിട്ടില്ല, എന്തിനാണിത്? ഇപ്പം തന്നെ വേറൊരു സാധനം, ഉഗ്ര സാധനം ഇരിക്കുക, ഈ ലോകായുക്ത. എന്തിനാണ് ലോകായുക്ത? ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഓർഡർ വന്നതിൻ്റെ ആ ഓർഡർ പിന്നെ ഗവർണർ ഒപ്പിട്ട് അന്ന് ഇത് പിരിച്ചുവിടേണ്ടതാണ് ലോകായുക്തെ. കാരണം ലോകായുക്ത ഉപലോകായുക്തയൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ആളുകൾ കൂടെ എത്ര വണ്ടിയാണ്? നിങ്ങൾ ആ വികാസ് ഭവൻ്റെ അവിടെ പോയി നോക്കണം, തിരുവനന്തപുരത്ത് എത്ര വണ്ടികളാണ് കിടക്കുന്നത്. പിന്നെ ഓഫീസ് സ്റ്റാഫ്. എന്തിനായത്? ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ ലോകായുക്ത വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത പോലെ ലോകായുക്ത അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമുക്കൊരു ഹൈക്കോടതി റിട്ട് കൊടുത്താലോ? അല്ല, ഇത് പ്രയോജനമില്ലാത്തൊരു സാധനമാണ്. എല്ലാം ഇങ്ങനെയാണെന്നേ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയാലേ കാര്യം നടക്കും. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ അടുത്ത ദിവസം പ്രഖ്യാപിച്ചതാണ്. അതായത് സർക്കാർ ആശുപത്രികൾക്കും പിന്നെ പ്രൈവറ്റ് ആശുപത്രികൾക്കും ഒരു റേറ്റ് ഫിക്സിംഗ് ഉണ്ടാവണം. പേഷ്യൻസിനെ കൊല്ലുകയല്ലേ പ്രൈവറ്റ് സെക്ടർ. സർക്കാർ സർക്കാരിൽ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അത് രണ്ടും അല്ലാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി വേണം പറഞ്ഞു. ഇപ്പോൾ ഒരു ഡയറക്ഷൻ നമ്മുടെ ചീഫ് ജസ്റ്റിസ് കൊടുത്തിരിക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് കൊടുത്തിരിക്കുക, 1 മാസത്തിനകം റിപ്ലൈ തരണമെന്ന് പറഞ്ഞിരിക്കുക. അതേസമയം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചെല്ലുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ ഒരു ഗ്യാരണ്ടി ഇല്ല. അവൻ ആ ജീവൻ നഷ്ടപ്പെട്ടാൽ സർക്കാർ ആശുപത്രിയിലെ സ്ഥിതി അതെ. പക്ഷേ അവൻ സർക്കാർ അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇത് പറഞ്ഞത്. സർക്കാർ ആശുപത്രി അറ്റ്ലീസ്റ്റ് വിധിയെ വാർത്തയെങ്കിലും വരും, സ്വകാര്യ ആശുപത്രി വാർത്ത വരത്തില്ല. ഇതിനൊക്കെ നമ്മൾ കംപ്ലൈൻറ്റ് കൊണ്ട് പോയാൽ അതിൻ്റെ ഡോക്യുമെൻ്റ് പലരും മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് ആ ബോഡി കിട്ടുന്നത്. അതുവരെ ICUവിൻ്റെ ചാർജ്. അതെ, അപ്പോൾ കംപ്ലൈൻറ്റ് കൊണ്ട് പോയ ഡോക്യുമെൻ്റ് ശരി. ഇതൊന്ന് ക്ലിയർ ആക്കാനോ ഈ മനുഷ്യന് ജനങ്ങളുടെ വിദേശ രാജ്യങ്ങളുള്ള പോലെ നമുക്ക് തെറ്റായ ചികിത്സ കൊണ്ട് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും പരിഹാരം ഉണ്ടാക്കാൻ സംവിധാനം പോലും ഇല്ലെന്ന് ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ദൂരത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വാഹനങ്ങളുടെ ഒരു എങ്ങനെയാണ് നമ്മുടെ വാഹനങ്ങളുടെ എണ്ണവും വലിപ്പവും പെരുപ്പവും ഒക്കെ എങ്ങനെ കണക്കൊന്നും? വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളിൽ തന്നെയുള്ള വാഹനങ്ങൾ. ഇപ്പം നമുക്ക് IAS ഓഫീസർമാർക്ക് വാഹനം കൊടുക്കാതിരിക്കാൻ പോലെ ഒരു 250ഓളം IAS ഓഫീസർമാരുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് നോംസാണ്. അവർക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവർ വണ്ടി കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് കൊടുക്കാം. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിനകത്ത് അഡീഷണൽ സെക്രട്ടറി മുതൽ പല റാങ്കിലിരിക്കുന്നവർ, വകുപ്പുകളിൽ ഡയറക്ടർ അല്ലാതെ പല റാങ്കിലിരിക്കുന്നവർക്കെല്ലാം വാഹനമുണ്ട്. ഇത് കോൺട്രാക്ട് ബേസിലാക്കിയാൽ എന്താ കുഴപ്പം? കോൺട്രാക്റ്റിനെ കൂടുതൽ നഷ്ടമല്ലേ? കോൺട്രാക്ട് നഷ്ടമല്ല. കോൺട്രാക്ട് നടത്തിയാൽ 25,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും വണ്ടി കൊടുക്കാൻ തയ്യാറാണ് ഒരു മാസത്തേക്ക്. അതേസമയം ഒരു വണ്ടി ഇരിക്കുകയാണെങ്കിൽ അതിൽ ഡ്രൈവർക്ക് മിനിമം 60,000 രൂപ ശമ്പളം, പിന്നെ അവൻ്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ വരുന്നത്. ഡ്രൈവറായിട്ട് വരും. ഡ്രൈവർ വണ്ടി പെട്രോൾ സഹിതമാണ് വരുന്നത്. മിനിമം ഒരു ദിവസം പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയില്ലേ, ഒരു ദിവസം കാർ ഡിസ്പോസൽ 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ. ഡ്രൈവർ വണ്ടിയെല്ലാം 150 കിലോമീറ്റർ. വണ്ടിയുടെ കാശ് കൊടുക്കണം, ഡ്രൈവറുടെ കാശ്, ഡ്രൈവറുടെ കാശ്, മെയിൻ്റനൻസ്, പിന്നെ അവൻ വരുത്തുന്ന മറ്റ് പിഴകൾ, പെട്രോൾ ഡെപ്രീസിയേഷൻ, ഇങ്ങനെ ഒരുപാട് വിട്ടുകളയണം. കാരണം ഗവൺമെൻറ് വണ്ടിയല്ലേ, അതേ നാൾ ഉപയോഗിക്കാം. പക്ഷേ പലതും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫ്യൂൽ ചാർജ് കൂടും, തേയ്മാനം പലത് വരും, അതിന് മെയിൻ്റനൻസ് ചാർജ് കൂടും. ഇപ്പം ഒരു വണ്ടിക്ക് മിനിമം 1.5 ലക്ഷം കൂട്ടിക്കോ. ഒരു സർക്കാർ വണ്ടി ഇങ്ങനെ പോകുന്നെങ്കിൽ 1.5 ലക്ഷം ഈ മാസം എൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്നു. 2 വണ്ടി പോകുമ്പോൾ 3 ലക്ഷം എൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്നു. ഇങ്ങനെ കൂട്ടിയാൽ ഇങ്ങനെ അത്ര ചിലവ് വരും, ഉറപ്പല്ലേ? കാരണം ശമ്പളം മാത്രം തന്നെ ഇത് വരികയല്ലേ ഒരു ഡ്രൈവറുടെ. ചിലർക്ക് 2 ഡ്രൈവറാണ്. ആർക്കൊക്കെ വണ്ടിയുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിൽ? സർക്കാരിൽ പറയുന്നത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ ഈ IAS റാങ്കിലുള്ളവർക്കും IPS റാങ്കിലുള്ളവർക്കും പിന്നെ അതേ തത്തുല്യമായ പദവികളിൽ ഇരിക്കുന്നവർക്കും എന്നാണ് പറയുന്നത്. തത്തുല്യമായ പദവി തന്നെ ഒരുപാടായിപ്പോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ 35, 40 മെയിൻ സെക്രട്ടറിമാരുണ്ട്.
ഇവരുടെ അതേ റാങ്കിൽ തന്നെ അഡീഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്ന സെക്രട്ടറിയിൽ നിന്ന് ക്ലർക്കായി പ്രൊമോഷൻ കിട്ടി വരുന്നവർ എത്ര എണ്ണമാണ്? അപ്പോൾ എത്ര സർക്കാർ വാഹനങ്ങൾ കാണും ഏകദേശം? എനിക്ക് ഉറപ്പുണ്ട് 65 വകുപ്പുകൾ, പിന്നെ 1200ഓളം പഞ്ചായത്ത് നഗരസഭകൾ, ഒരു 200ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്ത്, പിന്നെ താലൂക്കുകൾ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസ് താലൂക്കുകൾ തന്നെ 85 ഉണ്ട്, കളക്ടറേറ്റുകൾ 14 ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 1200 സ്ഥാപനം വെച്ചാൽ പോലും ഒരു എനിക്ക് തോന്നുന്നു ഒരു 15,000-20,000 വണ്ടി. ഇതിനെല്ലാം 1 ലക്ഷത്തോളം രൂപ ഒരു മാസം. 1.5 ലക്ഷം കൂട്ടിക്കണ്ട, 1 ലക്ഷം പോരാ, 1.5 ലക്ഷം മാസം. 1.5 ലക്ഷം. പെട്രോളില്ലേ, പെട്രോളിൻ്റെ പൈസ ഭയങ്കരമല്ലേ. ഇത് 4 നിന്നോട്ട് കുറയ്ക്കാം. ഇത് 30,000 രൂപയ്ക്കകത്ത് നിർത്താം പലതും. ഞാൻ പറഞ്ഞില്ല, IAS കൊടുക്കുന്നത് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല, മന്ത്രിക്ക് കൊടുക്കുന്നത് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല, അവർക്കൊക്കെ വണ്ടി കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ ബാക്കിയുള്ളത് പലതും നമുക്ക് കളക്ടർക്ക് കൊടുക്കുന്നത് അതുപോലുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അത് അവരുടെ അവകാശമാണ്. അത് ഗവൺമെൻറ് ഓൾ ഇന്ത്യ ബേസിൽ അവർക്കൊരു റോളുണ്ട്, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ 1-2 വണ്ടി കൊടുക്കുകയും ചെയ്യണം. അത് കൊടുക്കുന്നില്ല. പോലീസുകാർക്ക് വണ്ടിയില്ല. പലപ്പോഴും അവർ കള്ളൻ ഓടുമ്പോൾ ഇവർ തള്ളുകയായിരുന്നു വണ്ടി. ഈ രമേശ് ചന്ദ്ര ഭാനു എന്ന് പറയുന്ന ഒരു IPS കാരനുണ്ടായിരുന്നു, രമേശ് ചന്ദ്ര ഭാനു. അതെ, അദ്ദേഹം എക്സൈസ് കമ്മീഷണറായിരുന്നു. അത് എക്സൈസ് കമ്മീഷണർ. ഇപ്പോൾ ഞാൻ ഈ പത്രപ്രവർത്തനം തുടങ്ങുന്ന സമയം, ആ സമയത്ത് ഞാനൊരു എക്സൈസുമായി ബന്ധപ്പെട്ട സ്റ്റോറി കലാകൗമുദിക്ക് ഞാൻ ചെയ്തു. നമ്മളത് ചെയ്ത സമയത്ത് അന്ന് ഈ എക്സൈസുകാർ പറഞ്ഞൊരു കാര്യം, പലപ്പോഴും എക്സൈസ് ഓഫീസുകളിൽ വണ്ടിയില്ല. ഞാൻ ഈ വിഷയം ശക്തമായി ഉന്നയിച്ച് കലാകൗമുദി ലേഖനം എഴുതിയിട്ട് ലേഖനം കൊണ്ട് രമേശ് ചന്ദ്ര ഭാനുവിനെ പോയി കണ്ട് അതിനുശേഷം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർഡർ ഇറക്കിയിട്ട് വാഹനം വരുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നത്. അത് ഈ സർക്കാരിലും അങ്ങനെയാണെന്നേ. ആവശ്യമുള്ളവർക്ക് വണ്ടിയില്ല. ആവശ്യമുള്ള സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് പലപ്പോഴും വണ്ടി കിട്ടാറില്ല. എന്നാൽ സമയം ഒരു ഉദ്യോഗസ്ഥൻ വണ്ടി അവിടെ ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കും. സാറേ ഞാൻ വണ്ടിയെ നിർത്തോട്ടെ 5 മിനിറ്റ് സെക്രട്ടേറിയറ്റ് വരെ പോകാനെന്ന് ചോദിച്ചാൽ തരില്ല. അത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടിരിക്കും. പിന്നെ നല്ല രസമുള്ളൊരു സംഗതി ഞാൻ പറയാം. നമ്മുടെ മെയിൻ ചാനലുകൾ ഒരു വലിയൊരു പിന്നെ പരിപാടി നടത്തി. സർക്കാർ ഉദ്യോഗസ്ഥർ വാഹനം നിരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു സാധനം. അത് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുന്നു, അവിടുന്ന് കൊണ്ടുവന്നു, കൊച്ചിനെ കൊണ്ടുവന്ന് ആക്കുന്നു, മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ട്. ഒരു കഥയില്ല. ഞാൻ പിന്നെ സർക്കാർ ഓർഡർ ഇറക്കിയിട്ടുണ്ട്, 250 രൂപ കൊടുത്താൽ ആ ഉദ്യോഗസ്ഥന് വണ്ടി ഇങ്ങനെ ഉപയോഗിക്കാം. അത് ശരി. പിന്നെ 3 രൂപ, അതല്ലെങ്കിൽ ലോങ് ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ 3 രൂപ കിലോമീറ്ററിന്. നമുക്ക് ഓട്ടോറിക്ഷ കിട്ടില്ല 3 രൂപയ്ക്ക്. ഇത് ഷോഫർ ഡ്രിവൺ കേരള സ്റ്റേറ്റ് എന്ന ബോർഡ് വെച്ച വണ്ടി 3 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എത്ര കിലോമീറ്റർ ആണ് ഓടിക്കുക. ഇതുപോലും ആരും ചെയ്യാറില്ല. ഉദ്യോഗസ്ഥർക്ക് വാഹനം എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. 2016 എൻ്റെ ഓർമ്മ. ആ ഓർഡർ പ്രകാരം 250 രൂപ അടച്ചാൽ, ഈ 250 രൂപ പോലും പലരും അടയ്ക്കാറ് 225 രൂപയാണ്. ഒരു മാസം 225 രൂപ അടച്ചാൽ പേഴ്സണൽ പർപ്പസിനും കൂടെ ആ വണ്ടി ഉപയോഗിക്കാം. 225 രൂപയ്ക്ക് ഒരു ദിവസം ഓടാൻ പറ്റില്ലല്ലോ, ഒരു മാസത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് ഈ 225 അടയ്ക്കാത്തവർക്ക് 3 രൂപ വെച്ച് എപ്പോൾ അത്യാവശ്യം വരുന്നോ എടുത്തുകൊണ്ട് ഓടുകയും ചെയ്യാം. അപ്പം ഇത്തരത്തിൽ നമ്മുടെ വാഹന ദുരുപയോഗം എത്രയാണെന്ന് ഇതൊന്നും ഇതുപോലെ ദൂർത്തുകൾ ഏതാ വേറെ ഉള്ളത്? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ ശമ്പളങ്ങളെ, അവരുടെ ചിലവുകളെ, ഈ വാഹനങ്ങൾ. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിനാ പിയൂണ്? ഓക്കെ, ഇത് കോളനി വാഴ്ചക്കാലത്തല്ലേ ഉണ്ട്. നമ്മൾ ഈ കോളനി എപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഇതും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുതലാളിത്തം, അല്ലെങ്കിൽ പിന്നെ ബൂർഷ്വാ ജന്മി സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എതിർക്കാറില്ലേ? ഇത് അതുപോലത്തെ ഒരു സാധനമല്ലേ? എന്തിനാ ഈ പിയൂണ്? ഈ ഡെസ്കിൽ നിന്ന് ആ ഡെസ്കിലേക്ക് ഫയൽ മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പുറത്തോട്ട് പോകുള്ളൂ. ഇപ്പോൾ ക്ലാസ് 4 ജീവനക്കാരുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറയ്ക്കേണ്ടിയിരിക്കും. മീറ്റർ റീഡേഴ്സ് KSEB ഇപ്പോഴും ഉണ്ട്. ഓൺലൈൻ മീറ്റർ റീഡിംഗ് ആകാം. ഓൺലൈൻ മീറ്റർ റീഡിംഗ് ആവാം, അല്ലെങ്കിൽ പിന്നെ സെൽഫ് അസസ്മെൻറ്റ് നടത്തി കൊടുത്തിട്ട് പിന്നീട് എടുക്കുന്നതാവാം. ഇതൊക്കെ വരാം. ഇപ്പം ഈ മീറ്ററിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. 100 ഇപ്പോഴെങ്കിൽ അടുത്ത മാസം 200 ആണെങ്കിൽ എനിക്കറിയാം 100 മീറ്റർ ഞാൻ ഉപയോഗിച്ചു. ഇതിന് പകരം വേറെ 4 നീഡിൽ വെച്ചിട്ട് ഇത് അപ്പോൾ എനിക്ക് പിടിയിട്ടില്ല എന്താ ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിടിയിട്ടില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ മതി. 1 മുതൽ 1000 വരെ വരുന്ന ഒരു മീറ്ററാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 100 വരെ വരുന്നതെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് തന്നെ റീഡിങ് എടുക്കാമല്ലോ. ഈ മാസം ബില്ല് അടച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയായിരുന്നു, ഇനി വരുന്നത് ഇത്രയാണ്. നമുക്ക് തന്നെ റീഡിങ് എടുത്ത് കൊടുക്കാം. വല്ലപ്പോഴും വന്നൊരു ചെക്കിങ് നടത്തി. അതെ. ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഒരു കാര്യം ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ടോ, ഇപ്പം ഓൺ ദ സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അവിടെ വെച്ച് തന്നെ പൈസ അടയ്ക്കാം. ഇത് പണ്ടേ ചെയ്യാവുന്നതാണ്. അപ്പം തന്നെ പൈസ വാങ്ങിച്ച് അടയ്ക്കാം. പിന്നെ വാട്ടർ അതോറിറ്റി വരുന്ന ആളും LCT നിന്ന് വരുന്ന ആളും പിന്നെ റവന്യൂ നിന്ന് വരുന്ന ആളും ഇങ്ങനെ പലരും തന്നെ കയറി ഇറങ്ങുന്നേ. ഒരാൾ മതി. ഇതിന് ഒരാവശ്യമില്ല ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റാഷണലൈസ് ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ, പക്ഷേ സർക്കാർ റാഷണലൈസിങ് പാശ്ചാത്യ രാജ്യങ്ങളൊന്നും ഈ മീറ്റർ റീഡേഴ്സ് ഇല്ലെന്ന് നോക്കണം. ഒരു സമയം അവർക്ക് അതിലേ പറയുന്നത് സർക്കാരിൻ്റെ ജോലി എന്താ? സർക്കാരിൻ്റെ ജോലി പോളിസി മാറ്റേഴ്സ്, ലെജിസ്ലേച്ചർ,
കൺട്രോൾ, കോർഡിനേഷൻ, മോണിറ്ററിങ്, ഇങ്ങനെയുള്ള 5-8 കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് മാത്രമേ സർക്കാർ ചെയ്യാവുന്നതാണ്. ലെസ് ഡൂയിങ് ഈസ് ദ ബെറ്റർ മാനേജ്മെന്റ് എന്നാണ്, ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അപ്പോൾ ഇനി മുതൽ റിട്ടയർമെന്റ് ആനുകൂല്യം പ്രതീക്ഷിച്ച് മക്കളുടെ കല്യാണം ഒന്നും പ്ലാൻ ചെയ്യേണ്ട. അത് വലിയ പാടായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് 33 വർഷം സർവീസ് ചെയ്യുന്ന ആൾ എൻ്റെ ഓഫീസിലെ പകുതി തസ്തികകൾ വെട്ടിക്കളഞ്ഞാലും ഒരു വിധത്തിലും പൊതുജനത്തിനോ സർക്കാരിനോ ഒരു നഷ്ടവും വരാൻ പോകില്ല. പിണറായി മാറിയ പരിഹാരം ഉണ്ടാവും? ഇല്ല. ആര് മാറിയാലും. പിണറായി ആണോ ഇത്ര നശിപ്പിച്ചത്? ഇത്ര തോമസ് ഐസക്കാണോ? തോമസ് ഐസക്കാണ് കൂട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2011 മുതൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യാത്തത്. 1987 ഇ കെ നായനാർ മന്ത്രിസഭ 15 മന്ത്രിമാരെ വെച്ചാണ് നടത്തിയത്. എത്ര നല്ല ഭരണമായിരുന്നു. 15 മന്ത്രിമാരെ ഉണ്ടായിരുന്നു. അതുപോലെ KSRTC പോലെ സാധനം നടത്തേണ്ട കാര്യമുള്ളൂ. KSRTC ഒരിക്കലും നടത്തേണ്ട കാര്യമില്ല. KSRTC ഓരോ വാഹനമായിട്ട് ഡ്രൈവറെയും കണ്ടക്ടറെയും സഹിതം ഓരോരുത്തർക്ക് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുകയാണ്.